മലപ്പുറം ജില്ല തുടങ്ങിയാലോ? മലപ്പുറം ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? മലപ്പുറം ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? മലപ്പുറം ജില്ല നിലവിൽ വന്ന വർഷമാണ് 1969 ജൂൺ 16. 1969 ജൂൺ 16-നാണ് നമ്മുടെ മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത്. മലപ്പുറം ജില്ല രൂപീകൃതമായ വർഷമാണ് 1969 ജൂൺ 16. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാന അടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. അപ്പൊ മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനത്തിലും കൂടുതൽ ഉള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മലപ്പുറം ജില്ലയാണ്. അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എണ്ണത്തിലും അതുപോലെ തന്നെ ശതമാന അടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതുപോലെ തന്നെ അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. എത്ര അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്? എത്ര അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്കുള്ളത് എന്ന് ചോദിച്ചാൽ അത് 16 എണ്ണമാണ്. 16 എണ്ണമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. 16 അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ലയെന്ന് ചോദിച്ചാലും നമ്മുടെ മലപ്പുറം ജില്ലയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം കൂടുതലുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടിയ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമുള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ലയും നമ്മുടെ മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടിയ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ലയും നമ്മുടെ മലപ്പുറം ജില്ലയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല ഏതാണ്? അതും മലപ്പുറം ജില്ലയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ, ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. കേരളത്തിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. ഏത് വർഷമാണ് ഈ നോക്കുകൂലി വിമുക്ത ജില്ലയായിട്ട് മലപ്പുറത്തിനെ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ അത് 2018-ലാണ്. 2018-ലാണ് കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ലയായിട്ട് നമ്മുടെ മലപ്പുറത്തിനെ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ആയിട്ട് അറിയപ്പെടുന്നത് നിലമ്പൂർ കനോലി പ്ലോട്ട് ആണ്. നിലമ്പൂരിലെ കനോലി പ്ലോട്ട് ആണ് നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ആയിട്ട് അറിയപ്പെടുന്നത്. ഇത് സ്ഥാപിതമായ വർഷമാണ് 1844. 1844. അതുപോലെ തന്നെ ഇത് ആരാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാല് നമ്മുടെ മലബാർ കളക്ടർ ആയിരുന്ന HV കനോലിയാണ് നമ്മുടെ ഈ കനോലി പ്ലോട്ട് വികസിപ്പിച്ചത്. അപ്പം 1844 മലബാർ കളക്ടർ ആയിരുന്ന HV കനോലിയാണ് നമ്മുടെ കനോലി പ്ലോട്ട് വികസിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? അത് നമ്മുടെ തിരൂർ ടു ബേപ്പൂരാണ്. തിരൂർ ടു ബേപ്പൂരാണ്. ഇത് 1861 മാർച്ച് 12-നാണ് നിലവിൽ വന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ തിരൂർ ടു ബേപ്പൂർ നിലവിൽ വന്ന വർഷമാണ് 1861 മാർച്ച് 12-ന്
ഇതിന്റെ നീളം എന്ന് ചോദിച്ചാല് 30.5 കിലോമീറ്റർ ആണ്. 30.5 കിലോമീറ്റർ ആണ്. 30.5 കിലോമീറ്റർ ആണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് തിരൂർ ടു ബേപ്പൂരാണ്. 1861 മാർച്ച് 12-നാണ് നിലവിൽ വന്നത്. 30.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? അത് പള്ളിക്കൽ പഞ്ചായത്താണ്. പള്ളിക്കൽ പഞ്ചായത്തിലാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിക്കുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിക്കുന്നത് നമ്മുടെ പള്ളിക്കലിലാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പള്ളിക്കലിലാണ് കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് വെളിയന്തോടാണ്. വെളിയന്തോടാണ് നമ്മുടെ കേരളത്തിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വെളിയന്തോടാണ്. ഇനി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് മലപ്പുറം. ഏത് വർഷമാണ് നമ്മുടെ കുടുംബശ്രീ പദ്ധതി ആരംഭിക്കുന്നത്? കുടുംബശ്രീ പദ്ധതി ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? അത് നമ്മുടെ 1998 മെയ് 17-നാണ്. 1998 മെയ് 17-നാണ്. ഇത് ആരായിരുന്നു നമ്മുടെ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രിയായ AB വാജ്പേയി ആണ് നമ്മുടെ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് നമ്മുടെ ഈ മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം എന്നാണ്? മലയാളം സർവകലാശാല അത് 2012 നവംബർ 1-നാണ് നമ്മുടെ മലയാളം സർവകലാശാല നിലവിൽ വരുന്നത്. അപ്പൊ 2012 നവംബർ 1-നാണ് മലയാളം സർവകലാശാല നിലവിൽ വരുന്നത്. ഈ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാടാ? നമ്മുടെ മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആണ് കെ ജയകുമാർ. കെ ജയകുമാർ ആണ് നമ്മുടെ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. മലയാളം സർവകലാശാലയുടെ പ്രസിദ്ധീകരണം ഏതാണ്? മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണം ഏതാണ്? അത് എഴുത്തോലയാണ്. എഴുത്തോലയാണ് മലയാളം സർവകലാശാലയുടെ പ്രസിദ്ധീകരണം. അപ്പൊ നമ്മുടെ മലയാള സർവകലാശാലയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അപ്പം നമ്മുടെ മലയാളം സർവകലാശാലയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അപ്പൊ നമ്മുടെ മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷമാണ് 2012 നവംബർ 1. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ മുഖ പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാല് അത് എഴുത്തോലയാണ്. എഴുത്തോലയാണ്. അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ അത് കെ ജയകുമാർ ആണ്. ഇനി ഇതിന്റെ ചിഹ്നം, മലയാള സർവകലാശാലയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരി. അതുപോലെ തന്നെ നമ്മുടെ സേവന മികവിനായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ നഗരസഭ എന്നറിയപ്പെടുന്നത് മലപ്പുറമാണ്. അപ്പൊ സേവന മികവിന് വേണ്ടി നമ്മുടെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് മലപ്പുറം നഗരസഭ. ഇന്ത്യയിൽ ആദ്യമായി ഗവേണൻസ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കിയ നഗരസഭ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവേണൻസ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കിയ നഗരസഭയാണ് തിരൂർ നഗരസഭ. തിരൂർ നഗരസഭ. അപ്പൊ സേവന മികവിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് മലപ്പുറം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവേണൻസ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കിയ നഗരസഭയാണ് തിരൂർ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അത് മലപ്പുറം ജില്ലയിലെ കുന്നുമ്മലിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അത് മലപ്പുറത്തെ കുന്നുമ്മലിലാണ്. കുന്നുമ്മലിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയായിട്ട് അറിയപ്പെടുന്നത് ധന്വന്തിരിയാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയായിട്ട് അറിയപ്പെടുന്നത് ധന്വന്തിരിയാണ്. ഇത് 1903
നമ്മുടെ വൈദ്യരത്നം PS വാര്യർ കോട്ടക്കലിൽ നിന്നാണ് ആരംഭിച്ചത്. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയാണ് ധന്വന്തരി എന്ന് പറയുന്നത്. ഇത് 1903 വൈദ്യരത്നം PS വാര്യർ അദ്ദേഹം കോട്ടക്കലിൽ നിന്നാണ് ആരംഭിച്ചത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാടാ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെയാണ്, മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. ഇത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2015 2015. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ആരംഭിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് 2013. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ മലപ്പുറമാണ്. 2014. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർ സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ആദ്യമായി പ്രത്യേക കോടതി സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരിയിലാണ്. അപ്പൊ പട്ടികജാതി പട്ടികവർഗക്കാർ അവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ കോടതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരിയിലാണ്. ഏത് വർഷമാണ്? അത് 2013. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് പൊന്നാനിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തുറമുഖം സ്ഥാപിക്കുന്നത് നമ്മുടെ പൊന്നാനിയിലാണ്. കേരളത്തിൽ ആദ്യമായി ICDS അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ICDS പ്രോഗ്രാം ആരംഭിച്ചത് എവിടെയാണ്? അത് നമ്മുടെ വേങ്ങരയിലാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ICDS പ്രോഗ്രാം ആരംഭിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണടാ? അത് തവനൂരിലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായി ICDS സ്കീം ആരംഭിച്ച സ്ഥലമാണ് വേങ്ങര, മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? അത് തവനൂരിലാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് അതുല്യം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് പഞ്ചായത്തിലാണ്? സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് സാക്ഷരതാ മിഷന്റെ അതുല്യം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്താണ് നമ്മുടെ നിലമ്പൂർ പഞ്ചായത്ത്. അതുപോലെ തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ അത് മങ്കടയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? അത് മങ്കടയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനം ഉപയോഗിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലം ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനം ഉപയോഗിച്ചിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലമാണ് വേങ്ങര. 2017 ഉപതിരഞ്ഞെടുപ്പിലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനം ഉപയോഗിച്ചിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലമാണ് നമ്മുടെ വേങ്ങര. 2017 ഉപതിരഞ്ഞെടുപ്പിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് ആയിട്ട് അറിയപ്പെടുന്നത് കവന്നൂരാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് ആണ് കവന്നൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ പാർക്ക് സ്ഥാപിതമായത് കാക്കാഞ്ചേരിയിലാണ്. മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ്. നമ്മുടെ എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ പാർക്ക് സ്ഥാപിതമായത് കാക്കാഞ്ചേരിയിലാണ്. നമ്മുടെ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 1993.
1998 മെയ് 17-നാണ്. 1998 മെയ് 17-നാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ലയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ നിലമ്പൂരിലാണ്. അതുപോലെ തന്നെ സേവന മികവിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ നഗരസഭ ഏതാണ്? നമ്മുടെ സേവന മികവിനായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ നഗരസഭയാണ് മലപ്പുറം. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക എന്നറിയപ്പെടുന്നത് ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ധന്വന്തരിയാണ്. ഇത് ആരംഭിച്ച വർഷം എന്നാണ്? 1903-ലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാണ്? അത് മലപ്പുറമാണ്. ഏത് വർഷമാണടാ വൈഫൈ മുനിസിപ്പാലിറ്റി ആയി മാറിയത്? അത് 2015-ലാണ്. 2015-ലാണ്. ഇനി സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? നമ്മുടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ നമ്മുടെ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് മങ്കട. ഇനി കേരളത്തിൽ ആദ്യമായി എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനം ഉപയോഗിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനം ഉപയോഗിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലമാണ് നമ്മുടെ വേങ്ങര. ഏത് തെരഞ്ഞെടുപ്പാണ്? 2017-ലെ ഉപതെരഞ്ഞെടുപ്പാണ്. 2017-ലെ ഉപതെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ICDS സംവിധാനം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ICDS പ്രോഗ്രാം ആരംഭിച്ചത് എവിടെയാണ്? അത് നമ്മുടെ വേങ്ങരയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അത് തവനൂരാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് ഏതാണ്? അത് കവനൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? അത് കാക്കാഞ്ചേരിയിലാണ്. ഓക്കെ ആണോടാ ഇത്രയും പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം ഏതാണ്? നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം ഏതാണ്? അത് നമ്മുടെ നിലമ്പൂരിലെ കനോലി പ്ലോട്ട് ആണ്. ഇത് ഏത് നദിയുടെ തീരത്താണ്? ഈ നിലമ്പൂർ തേക്കിൻ തോട്ടം ഏത് നദിയുടെ തീരത്താണ്? അത് ചാലിയാർ നദിയുടെ തീരത്താണ്. ഇനി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിലമ്പൂരിലാണ്. എന്നാൽ ഏറ്റവും വലിയ തേക്ക് എവിടെയാണ്? ഏറ്റവും വലിയ തേക്ക് എവിടെയാണ്? അത് കഞ്ഞിമാര പറമ്പിക്കുളത്തെ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളത്താണ് നമ്മുടെ ഏറ്റവും വലിയ തേക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ആസ്ഥാനമായ കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ആണ്. ഇനി നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാടാ? നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ എന്നറിയപ്പെടുന്നത് നമ്മുടെ കാനറ ബാങ്ക് ആണ്. ഏറ്റവും കൂടുതൽ കാലമായി പ്രസിദ്ധീകരിക്കുന്ന ഇൻലാൻഡ് മാഗസിൻ എന്ന ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ പ്രസിദ്ധീകരണം ഇന്ന് എന്നുള്ള പ്രസിദ്ധീകരണമാണ്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ കാലമായി പ്രസിദ്ധീകരിക്കുന്ന ഇൻലാൻഡ് മാഗസിൻ എന്ന ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ പ്രസിദ്ധീകരണമാണ് ഇന്ന് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടിയ റെഗുലേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ തിരൂരിനെയും പൊന്നാനിയെയും ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള
978 മീറ്റർ നീളമുള്ള നിർമ്മിതിയാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? തിരൂരിനെയും പൊന്നാനിയും ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള 978 മീറ്റർ നീളമുള്ള നിർമ്മിതിയാണ്. അപ്പം ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട എന്നത്? ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട? അത് കോട്ടയ്ക്കലിന്റെ പ്രാചീന നാമമാണ് വെങ്കടക്കോട്ട. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ കോട്ടയ്ക്കലാണ്. നീള, പേരാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? നീള, പേരാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നദി അത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ചെറിയ മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ സ്ഥലം ഏതാണ്? ചെറിയ മക്ക എന്നറിയപ്പെടുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് പൊന്നാനി. കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് നമ്മുടെ പൊന്നാനിയാണ്. ഇനി മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തി മലയാണ്. എന്നാൽ മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഏതാണ്? മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയനാടെയാണ്. കോഴിക്കോട് ജില്ലയിലെ വയനാടെയാണ് നമ്മുടെ മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത്. എന്നാൽ മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തി മലയാണ്. അപ്പം മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടിയാണ് അരിമ്പ്ര ഹിൽസ്. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ വല്ലഭ ശോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? സംസ്കൃതത്തിൽ വല്ലഭ ശോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വള്ളുവനാട്. അപ്പൊ നമ്മുടെ മലബാറിന്റെ ഊട്ടിയാണെങ്കിൽ വയലാട, അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ ഊട്ടിയാണെങ്കിൽ കൊടികുത്തിമല. ഇനി മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന അരിമ്പ്ര ഹിൽസ് ആണ്. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ വല്ലഭ ശോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വള്ളുവനാട്. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെട്ടിരുന്നത് അത് നമ്മുടെ MD വാസുദേവൻ നായരെയാണ്. ഇനി നിളയുടെ കഥാകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെട്ടിരുന്നത് അത് നമ്മുടെ MD വാസുദേവൻ നായരെയാണ്. പോത്തന്നൂരിലെ ഇരുട്ടറ യുദ്ധം എന്ന പ്രശസ്ത ചരിത്രകാരൻ സുമിത് സർക്കാർ വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? നമ്മുടെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് സുമിത് സർക്കാർ വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? അത് വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണടാ? വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10 നമ്മുടെ വാഗൺ ട്രാജഡി നടന്നത്. ഈ വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? അത് AR നേപ്പ് കമ്മീഷനാണ്. അപ്പൊ സംസ്കൃത സാഹിത്യത്തിൽ നവയോഗിപുരം എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? സംസ്കൃത സാഹിത്യത്തിൽ നവയോഗിപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് തിരുനാവായ. അപ്പൊ സംസ്കൃത സാഹിത്യത്തിൽ നവയോഗിപുരം എന്ന് പരാമർശിച്ചിരിക്കുന്ന സ്ഥലമാണ് തിരുനാവായ. അതുപോലെ തന്നെ മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്നത് ആരെയായിരുന്നു? മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരായിരുന്നു? അത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് നമ്മുടെ മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്തിന്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറത്തിന്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത് കോട്ടക്കുന്ന് പാർക്കാണ്. മലപ്പുറത്തിന്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത് കോട്ടക്കുന്ന് പാർക്കാണ്. അതുപോലെ തന്നെ തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേരെന്താണ്? നമ്മുടെ തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേരാണ് എടക്കുളം എന്നായിരുന്നു. അപ്പൊ നമ്മുടെ തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേരാണ് എടക്കുളം. അതുപോലെ തന്നെ മാമാങ്കവേദിയായിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? മാമാങ്കവേദിയായ തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? അത് ഭാരതപ്പുഴയാണ്. ഇനി നിലമ്പൂരിലെ തേക്കിൻ കാടുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അതും നമ്മുടെ ചാലിയാറാണ്. നമ്മുടെ തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്തും നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ചാലിയാറുമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്ന രാജാവ് ആരാണ്? അത് വള്ളുവ കോനാതിരിയാണ്. നമ്മുടെ മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്ന രാജാവ്.
അതുപോലെ തന്നെ കോട്ടക്കൽ ആര്യ വൈദ്യശാല സ്ഥാപിച്ച വ്യക്തി ആരാടാ? കോട്ടക്കൽ ആര്യ വൈദ്യശാല സ്ഥാപിച്ചത് ആരാണ്? അത് നമ്മുടെ PS വാര്യരാണ്. ഏത് വർഷമാണടാ ഇദ്ദേഹം നമ്മുടെ ആര്യ വൈദ്യശാല സ്ഥാപിക്കുന്നത്? 1902ലാണ്. 1902ലാണ്. അതിന്റെ മാസികയായ മറ്റേ ധന്വന്തരി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? അത് 1903ലാണ്. അപ്പം അതിന്റെ മാസികയായിട്ടുള്ള നമ്മുടെ ധന്വന്തരി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1903ലാണ്. അതുപോലെ തന്നെ നമ്മുടെ മലബാർ കലാപ സമയത്ത് ഭരണാധികാരിയായി വാഴിച്ച വ്യക്തി ആരാണ്? മലബാർ കലാപ സമയത്ത് ഭരണാധികാരിയായി അവരോധിച്ച വ്യക്തി ആരാണ്? അത് അലി മുസലിയാരാണ്. അലി മുസലിയാരാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ 1922 ഫെബ്രുവരി 17 ഇദ്ദേഹത്തെ കോയമ്പത്തൂർ ജയിലിൽ തൂക്കിലേറ്റി. അപ്പൊ നമ്മുടെ അലി മുസലിയാരെ തൂക്കിലേറ്റിയ വർഷമാണ് 1922 ഫെബ്രുവരി 17. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുകയും ബുദ്ധമതം സ്വീകരിച്ച അനാഗരിക രാമൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്ത പ്രശസ്ത അഭിഭാഷകൻ ആരാടാ? നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുകയും പിന്നീട് ബുദ്ധമതം സ്വീകരിച്ച് അനാഗരിക രാമൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്ത പ്രശസ്ത അഭിഭാഷകൻ ആരാന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യരാണ്. മഞ്ചേരി രാമയ്യരാണ്. അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുകയും പിന്നീട് ബുദ്ധമതം സ്വീകരിച്ച് അനാഗരിക രാമൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്ത പ്രശസ്ത അഭിഭാഷകനാണ് മഞ്ചേരി രാമയ്യർ. ഇനി കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാടാ? സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. ഇനി തുഞ്ചൻ പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരൂരാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായിയിലാണ്. നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായിയിലാണ്. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്. ഇനി കാലിക്കട്ട് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തേഞ്ഞിപ്പാലം മലപ്പുറമാണ്. ഏത് വർഷമാണ് നമ്മുടെ ഈ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്? അത് നമ്മുടെ 1968ലാണ്. 1968ലാണ്. അതുപോലെ തന്നെ നമ്മുടെ EMSന്റെ ഫുൾ ഫോം എന്താണ്? EMSന്റെ ഫുൾ ഫോം എന്താണ്? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് നമ്മുടെ EMSന്റെ ഫുൾ നെയിം. ഇദ്ദേഹത്തിന്റെ ഈ ഏലംകുളം മനയുണ്ടല്ലോ, അദ്ദേഹം ജനിച്ച ആ മനയുണ്ടല്ലോ, ഏലംകുളം മന കടലിന്റെ പുഴയുടെ തീരത്തുള്ള സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ജനിച്ച ഏലംകുളം മന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മലബാർ കലാപ സമയത്ത് ഭരണാധികാരിയായിട്ട് അവരോധിച്ച അലി മുസലിയാർ ജനിച്ചത് നെല്ലിക്കുന്നത്ത് ദേശത്താണ്. അലി മുസ്ലിയാർ ജനിച്ചത് നമ്മുടെ നെല്ലിക്കുന്നത്ത് ദേശത്താണ്. ഇനി പടിഞ്ഞാറേക്കര ബീച്ച് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. BM കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെടാ? കായൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. ഈ മലപ്പുറം ജില്ലയിലെ 2 പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണെടാ? മലപ്പുറം ജില്ലയിലെ 2 പ്രധാനപ്പെട്ട 2 വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? അത് ആട്ടിൻപാറ വെള്ളച്ചാട്ടവും കേരളാകുണ്ട് വെള്ളച്ചാട്ടവും. അപ്പം നമ്മുടെ ആട്ടിൻപാറ വെള്ളച്ചാട്ടവും കേരളാകുണ്ട് വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. അപ്പം BM കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ ആട്ടിൻപാറ കേരളാകുണ്ട് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. ഈ മലബാർ കലാപം അരങ്ങേറിയ വർഷം ഏതാണ്? അത് 1921ലാണ്. ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടുള്ള വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതേതാണ്? മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന യുദ്ധം ഏതാണ്? അത് പൂക്കോട്ടൂർ യുദ്ധമാണ്. ഇത് നടന്നത് 1921 ഓഗസ്റ്റ് 26-നാണ്. 1921 ഓഗസ്റ്റ് 26-നാണ് നമ്മുടെ പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത്.
അതുപോലെ തന്നെ മലയാളം റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണടാ? മലയാളം റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരൂരാണ്. മലയാളം റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. ഇനി കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂരിലാണ്. അപ്പൊ നമ്മുടെ കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. ഇനി മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തിരുനാവായ്ക്ക് അടുത്തുള്ള ചന്ദനക്കാവിലാണ്. തിരുനാവായ്ക്ക് അടുത്തുള്ള ചന്ദനക്കാവിലാണ് മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ MSP മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാടാ? അത് ആനക്കയമാണ്. ആനക്കയമാണ്. ഇനി കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തവനൂരിൽ തന്നെ. അപ്പൊ അതിന്റെ പേരെങ്ങനെയാണ്? കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നാണ്. ടെക്നോളജി എന്നാണ്. അതുപോലെ തന്നെ കടൽത്തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ല ഏതാണ്? വിസ്തീർണം കൂടിയ ജില്ല കടൽത്തീരമുള്ള ജില്ലകളിൽ വിസ്തീർണം കൂടിയ ജില്ലയാണ് മലപ്പുറം. മലപ്പുറം. കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ്? അപ്പം കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ്? കടൽ തീരം കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. അപ്പം ഇത് കടൽ തീരമുള്ളതിൽ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. ഇനി നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന ഗോത്ര വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആളാറാണ്. അപ്പം പെരിന്തൽമണ്ണ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ് ആളാർ എന്ന് പറയുന്നത്. ആളാർ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കായൽ ഏതാടാ? കനാൽ ഏതാടാ? കനാൽ. കായലല്ല, കനാല്. അപ്പൊ ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? അത് പൊന്നാനി കനാലാണ്. പൊന്നാനി കനാലാണ്. ഇനി കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുള്ളത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് എന്നറിയപ്പെടുന്നത് കവനൂരാണ്. കവനൂരാണ്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂര്. അപ്പം ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂര്. നിലമ്പൂര്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടികവർഗ കോളനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടികവർഗ കോളനിയാണ് നെടുങ്കയം. നെടുങ്കയം. അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടികവർഗ കോളനിയാണ് നെടുങ്കയം. ഇനി നമ്മുടെ പരശുരാമൻ പ്രതിഷ്ഠ അർപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം. തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഒരേ ഒരു ഗരുഡ ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യയിലെ ഒരേ ഒരു ഗരുഡ ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് തൃപ്പങ്ങോട് ഗരുഡ ക്ഷേത്രമാണ്. അപ്പം ഇന്ത്യയിലെ ഒരേ ഒരു ഗരുഡ ക്ഷേത്രമാണ് തൃപ്പങ്ങോട് ഗരുഡ ക്ഷേത്രം. നമ്മുടെ നന്ദനാർ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണടാ? നന്ദനാർ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? അത് PC ഗോപാലനെയാണ്. ഇദ്ദേഹം നമ്മുടെ മലപ്പുറം സ്വദേശിയാണ്. അതുപോലെ തന്നെ ഉറൂബ് ആരാണ്? ഉറൂബ് ആരാണ്? ഉറൂബ് ആരാണ്? അത് PC കുട്ടിക്കൃഷ്ണനാണ്. ഇദ്ദേഹവും നമ്മുടെ മലപ്പുറം സ്വദേശിയാണ്. ഇനി നമ്മുടെ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരെയാണടാ? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് വള്ളത്തോൾ നാരായണ മേനോനും അദ്ദേഹവും നമ്മുടെ മലപ്പുറം സ്വദേശിയാണ്. ഇനി നമ്മുടെ കേരള സൂർദാസ് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണടാ? കേരള സൂർദാസ് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? അത് നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാടാണ്. ഈ പൂന്താനം നമ്പൂതിരിപ്പാടും അദ്ദേഹവും ജനിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ്. ഇനി നമ്മുടെ ലോകത്താദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏതാണ്? നമ്മുടെ ലോകത്താദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏതാണ്?
അത് നമ്മുടെ നിലമ്പൂർ തേക്കാണ്. എന്നാ നമുക്ക് നിർത്തിയാലോടാ. താങ്ക് യു.